ഹലോ വ്യൂവേഴ്സ്, അപ്പോൾ നമ്മുടെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര 200 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ്. ഓൾ ഓവർ കളക്ഷൻ 200 കോടി വന്നിരിക്കുകയാണ്. ഇനി ലോകയ്ക്ക് മുന്നിലുള്ളത് തുടരും ഒരു 238 കോടി. പിന്നെ എംപുരാൻ 260 സംതിങ് കോടിയാണുള്ളത്. മിക്കവാറും അതും കളക്ഷനിൽ തൂക്കാൻ സാധ്യതയുണ്ട് ലോക. കാരണം അത്യാവശ്യം നല്ല റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് ഉണ്ട്, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ മൂവി ഇപ്പോഴും ആൾക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി കാണുന്നുണ്ട്. അങ്ങനെ ഒരു വലിയൊരു സൂപ്പർ താര പരിവേഷമില്ലാതെ ഒരു സിനിമ കോണ്ടന്റിന്റെ ബലത്തിൽ, മേക്കിങ്ങിന്റെ ബലത്തിൽ ഒരു 200 കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം വലിയ സൂപ്പർ താരങ്ങളൊന്നും ഇല്ലെങ്കിലും, വലിയ സസ്പെൻസുകളൊന്നും ഇല്ലെങ്കിലും, നല്ല കോണ്ടന്റ് ഉണ്ടെങ്കിൽ ഒരു സിനിമ ആൾക്കാർ കയറി കാണും. അത് ഒരുപാട് ലാഭം നേടുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേട്ടോ ലോക. അത് തന്നെയല്ല, ഇപ്പം ലോക 200 കോടി നേടിയപ്പം ഒരുപാട് പേര് കുമ്മനടിച്ച് ക്രെഡിറ്റ് നേടാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇതിന് കുറച്ച് ആൾക്കാർക്ക് മെയിനായിട്ട് നമുക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഡൊമിനിക് അരുൺ, പുള്ളിക്കാണ് ആദ്യത്തെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അടുത്തത് ഇതിൻ്റെ പ്രൊഡ്യൂസർ ദുൽഖർ സൽമാൻ. കാരണം ഇത്തരമൊരു കഥ യാതൊരു ഇതിനു മുൻപ് കണ്ട് ശീലമില്ലാത്തൊരു കഥ സിനിമയാക്കാൻ പോകുകയും ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ 10-40 കോടി ബഡ്ജറ്റിൽ ഒരു സിനിമ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അത്രയും പൈസ മുടക്കി ഈ ടീമിനെ വിശ്വസിച്ച് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വയ്ക്കുകയും അവർക്ക് ഇത്രയും ഫ്രീഡം കൊടുക്കുകയും ചെയ്ത ദുൽഖർ സൽമാനാണ് രണ്ടാമത്തെ ആൾ. മൂന്നാമത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ തന്നെ ഡൊമിനിക് അരുൺ, അതുപോലെ തന്നെ നമ്മുടെ ശാന്തി ബാലചന്ദ്രൻ, അവരാണ്. ശാന്തി ബാലചന്ദ്രൻ്റെ പേര് അധികം ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നില്ല കേട്ടോ. ബാക്കി എല്ലാവരും വന്നിട്ട് ഇതിലെ ദുൽഖർ സൽമാൻ, അതുപോലെ നസ്ലിന്, കല്യാണി പ്രദർശൻ്റെ ഒക്കെ പേരാണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ശാന്തി ബാലചന്ദ്രൻ്റെ പേര് വളരെ കുറവാണ് വരുന്നത്. അവർ മൂന്നാമത് ഇതിൽ വലിയൊരു ക്രെഡിറ്റ് അറിയിക്കുന്നുണ്ട്. കൂടാതെ കല്യാണി പ്രദർശൻ വലിയൊരു ക്രെഡിറ്റ് ഈ സിനിമയ്ക്ക് അറിയിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നസ്ലിൻ കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മുടെ സിനിമോട്ടോഗ്രാഫി ചെയ്ത നിമിഷ് രവി, എഡിറ്റർ ചമൻ ചാക്കോ, അങ്ങനെ കുറച്ച് ജഡ്ജ് ബിജോയ് BGM ചെയ്ത് അവരൊക്കെയാണ് ശരിക്കും ഈ സിനിമയുടെ ക്രെഡിറ്റ് 100% അറിയിക്കുന്നത്. ഇപ്പം ഈ സിനിമ ഇത്രയും കളക്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, മമ്മൂക്കയുടെ ഫാൻസുകാർ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പിന്നെ അവകാശവാദങ്ങളുമായിട്ട് വരുന്നുണ്ട്. ആക്ച്വലി ഈ സിനിമയിൽ മമ്മൂക്കയുടെ ജന്മദിനത്തിൽ ആ പോസ്റ്റർ മമ്മൂക്കയാണെന്ന് കൺഫേം ചെയ്ത് റിലീവ് ചെയ്യുന്നിടം വരെ, എന്താ പറയുക, റിവൈൽ ചെയ്യുന്നിടം വരെ പിന്നെ അറിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആരാധകർക്ക് പോലും അത് മമ്മൂട്ടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു 100% ഉറപ്പില്ലായിരുന്നു. അപ്പോൾ മമ്മൂട്ടിയുടെ ക്യാരക്ടർ പോസ്റ്റർ റിവീൽ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന പോലെ കളക്ഷൻ കൂടിയെന്നാണ് അവകാശപ്പെട്ട് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ അതിനുശേഷം പടത്തിന് കളക്ഷൻ വരുന്നു എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കുന്നുണ്ട്. അല്ല, ഒരിക്കലുമല്ല. മമ്മൂക്കയെക്കുറിച്ച് മോശം പറയുമല്ല, മമ്മൂക്കയുടെ ഫാൻസിനെ കുറിച്ച് കുറച്ച് ആൾക്കാർ ഇവിടെ പറയുന്നത്. അപ്പം ഇത് ക്രെഡിറ്റ് എടുക്കാൻ ഒരേ ഒരു കാരണം ഇതിൻ്റെ കോണ്ടന്റാണ്. പിന്നെ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ ആൾക്കാർ, നിങ്ങൾ ദുൽഖർ സൽമാൻ കൊടുക്കും 100% ക്രെഡിറ്റ് നിങ്ങൾ ദുൽഖർ സൽമാൻ കൊടുക്കും. ഓക്കെ, അതിനൊരു എഫേർട്ട് ഉണ്ട് പുള്ളി എടുത്ത്. പക്ഷേ മമ്മൂക്ക അതിലുണ്ട് എന്ന് കരുതി പടം 200 കോടി അടിച്ചെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അദ്ദേഹത്തെ കളിയാക്കുന്നതിന് തുല്യമാണ് അത് ചെയ്യുന്നത്. കാരണം മമ്മൂക്ക 100 കോടി അടിച്ചിട്ടില്ല എന്നെല്ലാവരും പറയും, പക്ഷെ അടിക്കും. അദ്ദേഹത്തിന് അതില്ല 200 കോടി അടിക്കാനുള്ള സ്റ്റഫുണ്ട്. പുള്ളി വരും ഒരു സിനിമകളിലൊക്കെ ചിലപ്പോൾ ആ 200 കോടി അടിച്ചെന്നൊക്കെ ആയിരിക്കും. അല്ല, നിങ്ങളിങ്ങനെ സ്വന്തം മമ്മൂക്ക ഇങ്ങനെ മമ്മൂക്ക കളിയാക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം മമ്മൂക്കയുടെ ഒരു സൗണ്ട് അല്ലെങ്കിൽ ഒരു കൈ കണ്ടതുകൊണ്ടാണ് 200 കോടി അടിച്ചതെന്ന് പറഞ്ഞ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ അത് മമ്മൂക്കയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കാരണം മമ്മൂക്ക ഒരു 100 കോടി ക്ലബിൽ കയറിയിട്ടില്ല എന്ന് നിങ്ങൾ വിളിച്ചു പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. കാരണം ഇതിൻ്റെ ക്രെഡിറ്റ് ദുൽഖർ സൽമാന്, ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾ കൊടുക്കുക. അങ്ങനെ വേണം കാണാനായിട്ട്. കാരണം മമ്മൂക്ക നായകനായി മുഴുനീള മാസ് റോള് ചെയ്തിട്ട് ഈ പറയുന്ന ആൾക്കാർ, ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പോക്കുന്ന ആൾക്കാർ, സോഷ്യൽ മീഡിയയിൽ പോയിരുത്തുന്ന ആൾക്കാർ തിയേറ്ററിൽ വന്ന് കണ്ടിട്ടില്ല. അതിനൊരു 100 കോടി കിട്ടിയിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ചെറിയൊരു കൈ കണ്ടത് കൊണ്ട് 200 കോടി കയറുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയിലെ ബാക്കിയുള്ളവരുടെ എഫേർട്ടിനെ കളിയാക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ചെയ്യുന്നത്.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ലോക ടീമിനെ നിങ്ങൾ കളിയാക്കുവാണ് ചെയ്യുന്നത്. കാരണം ലോക ചെയ്ത അത്ര ആൾക്കാരുടെ എഫേർട്ടിന് നിങ്ങളൊരു വിലയില്ലാതാക്കുവാണ് ചെയ്യുന്നത്. കാരണം മമ്മൂക്കയെ കണ്ടുകൊണ്ടാണ് ആൾക്കാർ അത് കയറുന്നത്, മമ്മൂക്കയെ ഉള്ളതുകൊണ്ടാണ് 200 കോടി കയറിയെന്നൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊട്ടി ഘോഷിക്കപ്പെടുമ്പം ആ സിനിമയിൽ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്, ആ സിനിമയിൽ അഭിനയിച്ച ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടുണ്ട്. അതുകൊണ്ട് ദുൽഖർ സൽമാൻ്റെ അടക്കം കഷ്ടപ്പാടുണ്ട്. അപ്പം മമ്മൂക്കയ്ക്ക് നിങ്ങൾ ആ ക്രെഡിറ്റ് കൊണ്ട് കൊടുക്കരുത്. കാരണം മമ്മൂക്കയ്ക്ക് തന്നെ ഒരു അരാജകത്വം തോന്നുന്നുണ്ടാവും അത് കേട്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ നാണക്കേട് തോന്നുന്നുണ്ടാവും. കാരണം ഇത്രയും വലിയൊരു പടം ചെയ്തിട്ട്, ഇത്രയും വെൽ മേക്കിങ്ങിൽ ഒരു സിനിമ ചെയ്തിട്ട് അത് മമ്മൂക്കയുടെ പേര് ചാർത്തുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയാണ്. മമ്മൂക്ക മോശമായതുകൊണ്ടല്ല, മമ്മൂക്കയ്ക്ക് ഈ 100 കോടി 200 കോടി അടിക്കാനുള്ള പൊട്ടൻഷ്യൽ ഇല്ലാത്തതുകൊണ്ടുമല്ല. നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഒരുമാതിരി ഇത്രയും തരം താഴ്ന്ന ഒരു പ്രചാരണം നടത്തുമ്പം, അല്ലെങ്കിൽ അത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ, ഇപ്പുറത്ത് ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചവരും അഭിനയിച്ചവരുടെ ഒക്കെ ഒരു കഷ്ടപ്പാടാണ് ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ നല്ല സിനിമയാണത്, നല്ല സിനിമയാണെന്ന് തന്നെ പറയുക. ദുൽഖർ സൽമാനെ നിങ്ങൾ അതിന് പകരം പ്രൊമോട്ട് ചെയ്യുക. അദ്ദേഹം അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നു, അതിൽ കുറച്ച് ചെറിയ റോള് ചെയ്തു. അതുപോലെ അതിൽ അഭിനയിച്ച കല്യാണി പ്രിയദർശൻ, അതുപോലെ നസ്ലിൻ, അതേപോലെ തന്നെ ഈ പറയുന്ന ശാന്തി ബാലകൃഷ്ണൻ, അവരെയൊക്കെ നിങ്ങൾ പുകഴ്ത്തുക, അവരുടെ കഴിവിനെ നിങ്ങൾ അംഗീകരിക്കുക. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് മമ്മൂക്ക ഇതിലേക്ക് വലിച്ചിഴക്കില്ല. അത് വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയാണ്. നിങ്ങൾ മമ്മൂക്കയുടെ ശരിക്കുള്ള ആരാധകരാണെങ്കിൽ, മമ്മൂക്കയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മമ്മൂക്കയുടെ പേരിൽ ഈ ക്രെഡിറ്റ് ചാർത്തി കൊടുക്കരുത്. ഇത് ഈ സിനിമയ്ക്ക് പിന്നിൽ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർ, അതുപോലെ ഇതിൻ്റെ കഥ എഴുതിയ ആൾക്കാർ, അതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്ത ആൾക്കാർ, അവർക്ക് അവകാശപ്പെട്ടാണ് ഈ വിജയം. അല്ലാതെ അതൊരു വെറും ഒരു ആളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ സിനിമയിൽ ശരിക്കും വരാത്ത ഒരാളുടെ പേരിൽ ആ വിജയം ചാർത്തി കൊടുക്കരുത്. അത് അങ്ങനെ നിങ്ങൾ അത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ ആൾക്കാർക്ക് ഭയം ഉണ്ടാകും. കാരണം ചില ആൾക്കാരെങ്കിലും വിചാരിക്കും മമ്മൂക്ക ഉള്ളതുകൊണ്ടാണ് ഇത്രയും കോടി നേടിയെന്ന്. അല്ല, അത് ആ സ്ക്രിപ്റ്റിൻ്റെ ബലമാണ്, അതിൻ്റെ മേക്കിങ്ങിൻ്റെ ബലമാണ്. അപ്പം ഒരു സ്റ്റാർ വാല്യൂ ഇല്ലാത്ത, വലിയ സ്റ്റാർ വാല്യൂ ഇല്ലാത്ത ആൾക്കാരെ വെച്ച് ചെയ്താലും സിനിമ ഓടും, അതിന് ഇരട്ടി കളക്ഷൻ കിട്ടും എന്നുള്ളത് സിനിമ എടുക്കാൻ വരുന്നവർക്ക് ഒരു പ്രചോദനമാണ്. അപ്പോൾ നിങ്ങൾ മമ്മൂക്ക ഉള്ളതുകൊണ്ടാണ് എന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ടേ അത് ബാധിക്കുള്ളൂ. മമ്മൂക്കയ്ക്ക് പോലും എനിക്ക് തോന്നുന്നില്ല ഇഷ്ടപ്പെടുമെന്നുള്ളത്. അപ്പം മമ്മൂക്ക അടിക്കും, 100 കോടി ഇല്ലെങ്കിൽ 100 അല്ല, 200 അല്ല, 300 അല്ല, 400 അദ്ദേഹം അടിക്കും. അതിനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ട്, അതിനുള്ള ഫാൻ പവറും ഫാൻ ബേസും ഉണ്ട്. പക്ഷെ അദ്ദേഹം അടിച്ചതിന് ശേഷം മാത്രം, അത് കളക്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അതിനെ പോയെത്തുക. ഇപ്പം നിങ്ങൾ കുമ്മനടിക്കുന്ന ഒരു പരിപാടി നിങ്ങൾ ചെയ്ത് അത് വളരെ മോശമാണ്. കാരണം അദ്ദേഹത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണത്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ലോക ചാപ്റ്റർ ചന്ദ്ര 1 അങ്ങനെ 200 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ്. ഇനിയിപ്പം അത് 300 കോടി, എങ്ങനെ എനിക്ക് തോന്നുന്നത് ഒരു 300 കോടിയോളം കളക്ട് ചെയ്യുമെന്നാണ്. ഓൾ ഓവർ ഇന്ത്യ അല്ലെങ്കിൽ ഓൾ ഓവർ വേൾഡ് 300 കോടിയോളം കളക്ട് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. ഇനി അതിന് മുന്നിലുള്ളത് ഈ പറയുന്ന തുടരും, അതുപോലെ എമ്പുരാനും മാത്രമാണുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്കൊരു 300 കോടി സിനിമ, മലയാളത്തിലെ ആദ്യത്തെ 300 കോടി സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം ഇതിലൂടെ ആക്ച്വലി. അപ്പം വളരെ വെല്ലായിട്ടുള്ള മേക്കാണ് കേട്ടോ. നല്ല എക്സിക്യൂട്ട് ചെയ്ത്, നല്ല ആക്ടേഴ്സിനെയൊക്കെ തിരഞ്ഞെടുത്ത്, അതുപോലെ തന്നെ നല്ല VFX വർക്കുകളൊക്കെ ചെയ്ത് നമ്മളെ ഞെട്ടിച്ച ഒരു സിനിമ കൂടിയാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്, നമ്മൾ മലയാളത്തിലൊക്കെ ഒരുപാട് സിനിമ കണ്ടിട്ടാവും. ഈ പറയുന്ന പോലെ ലാലേട്ടൻ്റെ എന്താ പറയണ്ടേ, വാലിബൻ, അതുപോലെ തന്നെ ലാലേട്ടൻ്റെ മരക്കാറൊക്കെ വലിയ ബഡ്ജറ്റിൽ, ഈ പറയുന്ന എമ്പുരാൻ വരെ വലിയ ബഡ്ജറ്റിൽ ചെയ്തെന്ന് പറഞ്ഞ് ഇറക്കിയ ഒരു സിനിമയാണ്. പക്ഷേ ബഡ്ജറ്റ് ഇട്ടുകൊണ്ട് കാര്യമില്ല. ആ ബഡ്ജറ്റ് എങ്ങനെ ഇടണം, അതെങ്ങനെ വർക്കൗട്ട് ആക്കണം എന്നുള്ളത്, അതെങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കണം എന്നുള്ളത് ഈ സിനിമ കണ്ടു വേണം ഇവരൊക്കെ പഠിക്കാനായിട്ട്. അതുമാത്രമല്ല, നമ്മളീ പറയുന്ന പോലെ തന്നെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടു. എമ്പുരാൻ ഭയങ്കര മേക്കിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സിനിമ വന്നത്, ഭയങ്കര സിനിമയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ സ്ക്രിപ്റ്റ്, എമ്പുരാൻ മേക്കിംഗ് വൈസ് അടിപൊളിയായിരുന്നു. പക്ഷേ അതിൻ്റെ സ്ക്രിപ്റ്റിന് വലിയ ഒരു ഈ പറയുന്ന പോലെ ബലമില്ലായിരുന്നു. ഒരു സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ടെങ്കിൽ, നന്നായി ഡയറക്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പടം വേറെ ലെവലിൽ പോകും. അതിന് വലിയ സ്റ്റാർ വാല്യൂ ഒന്നും വേണമെന്നില്ല. അപ്പം ഈ സിനിമ അതിന് ഏറ്റവും വലിയ ഉദാഹരണം. അപ്പം നമ്മളെന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ക്രിപ്റ്റ്, ഈ ലോകയുടെ സ്ക്രിപ്റ്റ് വൈസ്, കോണ്ടന്റ് വൈസ് അടിപൊളിയായിരുന്നു. ഒരു സെക്കൻഡ് പോലും നമ്മളെ മുഷിപ്പിക്കാത്ത ഒരു സാധനമായിരുന്നു. അതുപോലെ അവർ ഈ പറയുന്ന പോലെ ലോകയ്ക്ക് മുന്നേ ഈ വലിയ ബഹളങ്ങളുള്ള പ്രൊമോഷനും കാര്യങ്ങളൊന്നും നടത്തിയില്ല. നോർമൽ രീതിയിലുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെയാണ് നടത്തിയത്. പക്ഷേ ദുൽഖർ സൽമാൻ എന്നുള്ള പ്രൊഡ്യൂസർക്ക്
ആ സിനിമയുടെ ഉള്ള ആ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അദ്ദേഹത്തിന് ഈ സിനിമയുടെ സാധ്യത മനസ്സിലാകുകയും അദ്ദേഹം അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വരികയും ചെയ്തു. അതും ചെറിയൊരു ബഡ്ജറ്റിൽ, ഈ പറയുന്ന പോലെ വലിയ 100 കോടിക്കും 200 കോടിക്കും എടുക്കുന്ന പടങ്ങളുടെ ബഡ്ജറ്റിലാണ് ഈ പലരും ആൾക്കാർ വലിയ VFX പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത് 200 കോടിക്ക് ഇവിടെ കാണിക്കുന്ന മാജിക്കുകളൊക്കെയാണ് ഇവിടെ 30-40 കോടിക്ക് ഈ സിനിമ കൊണ്ട് തീർത്ത്. ഇപ്പം നിങ്ങൾ അടുത്ത ശിവകാർത്തികേയൻ്റെ മദ്രാസി എന്ന് പറഞ്ഞ പടം കണ്ടാണ്, 200 കോടിയോളമാണ് അത് മുരുകദോസ് അതിന് ബഡ്ജറ്റ് വെച്ച് ആ സിനിമ ചെയ്ത് തീർത്ത്. ആ സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒന്ന് എന്തിനാണ് 200 കോടി മുടക്കിയാൽ നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ലോകയിലോട്ട് വരുമ്പോൾ 35-40 കോടി ബഡ്ജറ്റുള്ളതെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. ബഡ്ജറ്റിലല്ല കാര്യം, ബഡ്ജറ്റ് എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്ത് കൃത്യമായി വർക്കൗട്ട് ചെയ്തെടുക്കുന്നു എന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ലോക എന്ന് പറഞ്ഞാൽ. മലയാള സിനിമയെ വേറെ ഒരു നിലവാരത്തിലേക്ക് ഈ സിനിമ തീർച്ചയായിട്ടും കൊണ്ടെത്തിക്കും. അതുപോലെ തന്നെ പല ലാംഗ്വേജുകൾ റിലീസ് ആയിട്ടുണ്ട്, എല്ലായിടത്തും വളരെ നല്ല അഭിപ്രായം വരുന്നത്. നിങ്ങളിപ്പോൾ ഒരുപാട് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാകും. തമിഴ്നാട്ടിൽ നിന്ന് തന്നെ തമിഴ് ആൾക്കാർ തന്നെ തമിഴ് സിനിമയെ കുറ്റപ്പെടുത്തി മലയാള സിനിമ നോക്കി പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു രംഗം കൂടി ഇപ്പോൾ ആണ് ഈ ലോകയ്ക്ക് ശേഷം. കാരണം അവിടെ വെറുതെ കാശ് ഇറക്കുന്നേ ഉള്ളൂ, അതിനുള്ള വർക്ക് നടക്കുന്നില്ല, വെറുതെ കുറച്ച് ഷോ ഓഫ് അല്ലാണ്ട്. അപ്പം നമുക്ക് എല്ലാവരുടെ മുന്നിൽ എടുത്തു വെക്കാൻ പറ്റുന്ന, മലയാളത്തിൽ നിന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന, മലയാളികൾക്ക് മറ്റുള്ളവരോട് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വർക്ക്, അതാണ് ലോക ചാപ്റ്റർ ചന്ദ്ര 1 എന്ന് പറയുന്നത്. അപ്പം അടുത്ത പാട്ട് വരുന്നുണ്ട്. അടുത്ത പാട്ടിൽ ടോവിനോ ആണെന്നാണ് തോന്നുന്നത് മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത്. എന്തായാലും അടുത്ത പാട്ട് വരുമ്പോൾ ഇപ്പം ഉള്ള കളക്ഷനിൽ നല്ല ഈ രീതിയിലാണ് ഇവർ മേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഉള്ള കളക്ഷൻ്റെ ഡബിൾ മാർജിൻ ആയിരിക്കും കേട്ടോ അടുത്ത പ്രാവശ്യം വരുമ്പോൾ. കാരണം ഇത് ഇറങ്ങുമ്പം നമുക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞ് വേറെ ലെവലായി. പക്ഷെ അടുത്ത പാട്ട് വരുമ്പം ഇത് കണ്ട് നമ്മൾ എക്സൈറ്റ് ആയിരിക്കും, നമ്മൾ കൂട്ടത്തോടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകും. അപ്പം അടുത്ത പാട്ട് വേറെ ലെവലിലോട്ടായിരിക്കും പോകുന്നത്. അടുത്ത പാട്ടിൽ മമ്മൂക്കയും കൂടെ ഉണ്ടെങ്കിൽ പടം വേറെ ലെവലിലോട്ടായിരിക്കും മാറാൻ പോകുന്നത്. അവിടെ നിങ്ങൾ അടുത്ത പാട്ടിൽ മമ്മൂക്ക വരട്ടെ, മമ്മൂക്ക ആരാധകരെ ശാന്തരാകുവിൻ, മമ്മൂക്ക അടുത്ത പടത്തിൽ വരട്ടെ, എന്നിട്ട് നിങ്ങൾ മമ്മൂക്കക്കാരൻ ആ പടം വിജയിച്ചെന്ന് പറയും. ഈ പടത്തിലെ നിങ്ങൾ മമ്മൂക്കയ്ക്ക് മൊത്തം ക്രെഡിറ്റ് കൊടുക്കല്ല. ഈ പടത്തിൽ ഒരുപാട് ആൾക്കാർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അവർക്ക് കൊടുക്കുക ക്രെഡിറ്റ്. അപ്പം അതാണ് അതിൻ്റെ ശരിയായ ഒരു രീതി എന്ന് പറയുന്നത്. മമ്മൂക്ക വരട്ടെ, മമ്മൂക്ക വരുമ്പം ചിലപ്പോൾ ഇപ്പം കളക്ട് ചെയ്തതിലും ഡബിൾ മാർജിന് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇല്ലാത്തൊരു കാര്യം വെച്ച് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹത്തിനെ കൂടെ അപമാനിക്കുന്ന, ഈ സിനിമയിൽ വർക്ക് ചെയ്തവരുടെ എഫേർട്ട് കാണാതിരിക്കുന്നതിന് തുല്യമാണ്. അപ്പം ലോക ചാപ്റ്റർ 2 വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം.